everyone, welcome back to Students Guide. ഇന്ന് നമുക്ക് ഭൂവിവര വ്യവസ്ഥ അഥവാ ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം അഥവാ GIS എന്താണെന്ന് പഠിക്കാം. ഭൂപടങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ, ഉപഗ്രഹ ചിത്രങ്ങൾ, പട്ടികകൾ, സർവേകൾ തുടങ്ങിയ വിവര സ്രോതസ്സുകളിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങൾ ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ നിവേശിപ്പിക്കുന്നതിനും അവയെ വീണ്ടെടുക്കുന്നതിനും വിശകലനം നടത്തുന്നതിനും ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവയിലൂടെ അവയെ വിശദമാക്കുന്നതിനുമുള്ള ഒരു കമ്പ്യൂട്ടർ അധിഷ്ഠിത വിവരസഞ്ചയ വ്യവസ്ഥയാണ് ഭൂവിവര വ്യവസ്ഥ. സിഡികൾ, സ്കാനറുകൾ തുടങ്ങിയ വിവിധ സങ്കേതങ്ങളുടെ സഹായത്താൽ അടിസ്ഥാന വിവരങ്ങൾ കമ്പ്യൂട്ടറിൽ പ്രവേശിപ്പിക്കുക എന്നതാണ് ആദ്യ പ്രവർത്തന ഘട്ടം. ശേഖരിക്കപ്പെട്ട വിവരങ്ങളെ അടിസ്ഥാനമാക്കി ഭൂവിവര വ്യവസ്ഥ സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ വിവിധ വിഷയാധിഷ്ഠിത പാളികളാക്കി മാറ്റാൻ കഴിയുന്നു. മാത്രവുമല്ല, പല വിശകലന പഠനങ്ങൾക്കും വിധേയമാക്കാനും സാധിക്കുന്നു. വിശകലനത്തിന് വിധേയമാക്കിയ വിവരങ്ങളെ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഭൂപടങ്ങളായോ പട്ടിക രൂപത്തിലോ സാംഖ്യിക രൂപത്തിലോ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാം. രണ്ടു തരം വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് എല്ലാ വിശകലനങ്ങളും ഭൂവിവര വ്യവസ്ഥ നിർവഹിക്കുന്നത്. അവ ഏതെല്ലാമാണെന്ന് നോക്കാം. 1. സ്ഥാനീയ വിവരങ്ങൾ. ഭൗമോപരിതലത്തിലെ ഓരോ സവിശേഷതകൾക്കും അതിൻ്റെതായ സ്ഥാനമുണ്ട്. നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെ സ്ഥാനീയ വിവരങ്ങൾ അഥവാ സ്പേറ്റിയൽ ഡാറ്റ എന്ന് വിളിക്കുന്നു. സ്പേറ്റിയൽ ഡാറ്റ എന്നാൽ നിയതമായ അക്ഷാംശ രേഖാംശ സ്ഥാനമുള്ള ഭൗമോപരിതല സവിശേഷതകളെയാണ് സ്ഥാനീയ വിവരങ്ങൾ എന്ന് വിളിക്കുന്നത്. 2. വിശേഷണങ്ങൾ. ഭൗമോപരിതലത്തിലെ ഓരോ സ്ഥാനീയ വിവരത്തെ സംബന്ധിച്ചും കൂട്ടിച്ചേർക്കാവുന്ന അധിക വിവരങ്ങളാണ് വിശേഷണങ്ങൾ. ഭൗമോപരിതലത്തിലെ വിവിധ പ്രദേശങ്ങളുടെ സ്ഥാനീയ വിവരങ്ങൾ, വിശേഷണങ്ങൾ എന്നിവ ശേഖരിച്ച് ഭൂവിവര വ്യവസ്ഥയിൽ ഉൾക്കൊള്ളിക്കാനായാൽ ആ പ്രദേശത്തെ സംബന്ധിക്കുന്ന വിവിധ അന്വേഷണങ്ങൾക്ക് കൃത്യവും ശാസ്ത്രീയവുമായ ഉത്തരം നൽകാൻ ഭൂവിവര വ്യവസ്ഥയിലൂടെ സാധ്യമാകും. ഇനി എന്താണ് പാളികൾ എന്ന് നോക്കാം. ധനാധനീയ ഭൂപടത്തിന്റെ ഒരു ഭാഗം ഈ ചിത്രത്തിൽ കണ്ടില്ലേ? നീർച്ചാലുകൾ, റോഡുകൾ, സസ്യജാലങ്ങൾ, കെട്ടിടങ്ങൾ തുടങ്ങി പ്രകൃതിദത്തവും മനുഷ്യനിർമ്മിതവുമായ നിരവധി ഭൗമോപരിതല സവിശേഷതകൾ ഇതിലില്ലേ? ഇവ ഒന്നൊന്നായി അടർത്തി മാറ്റി പ്രത്യേക ഭൂപടങ്ങളാക്കിയാലോ? ഭൂവിവര വ്യവസ്ഥയിലൂടെ ഇത് സാധ്യമാണ്. ചിത്രത്തിൽ നീർച്ചാലുകൾ, റോഡുകൾ തുടങ്ങിയവയെ പ്രത്യേകമായി ചിത്രീകരിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഭൂവിവര വ്യവസ്ഥയിൽ വിശകലനത്തിനായി തയ്യാറാക്കി സൂക്ഷിക്കുന്ന വിഷയാധിഷ്ഠിത ഭൂപടങ്ങളെ പാളികൾ അഥവാ ലെയേഴ്സ് എന്ന് വിളിക്കുന്നു. അനുയോജ്യമായ പാളികൾ വിശകലന വിധേയമാക്കുന്നതിലൂടെ ഭൗമോപരിതല സവിശേഷതകൾ തമ്മിലുള്ള സ്ഥാനീയ ബന്ധം മനസ്സിലാക്കാൻ കഴിയും. സ്ഥാനീയ വിവരങ്ങളായും വിശേഷണങ്ങളായും ശേഖരിക്കപ്പെടുന്ന ഭൗമോപരിതല സവിശേഷതകളെ വ്യത്യസ്ത രീതിയിലുള്ള വിശകലനങ്ങൾക്ക് വിധേയമാക്കാൻ ഭൂവിവര വ്യവസ്ഥയ്ക്ക് കഴിയും. ശൃംഖല വിശകലനം, ആവൃത്തി വിശകലനം, ഓവർലേ വിശകലനം എന്നിവ പ്രധാനപ്പെട്ട വിശകലന സാധ്യതകളാണ്. ഇനി എന്താണ് ശൃംഖല വിശകലനം, ആവൃത്തി വിശകലനം, ഓവർലേ വിശകലനം എന്ന് നോക്കാം. ഓവർലേ വിശകലനം അഥവാ ഓവർലേ അനാലിസിസ് ഒരു പ്രദേശത്തിന്റെ വിവിധ ഭൗമോപരിതല സവിശേഷതകളുടെ പരസ്പര ബന്ധത്തെക്കുറിച്ചും കാലാനുസൃതമായി അവയിലുണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ചും മനസ്സിലാക്കുന്നതിന് ഓവർലേ വിശകലനം ഉപയോഗിക്കുന്നു. വിളകളുടെ വിസ്തൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ എന്നിവയൊക്കെ മനസ്സിലാക്കാൻ ഓവർലേ വിശകലനം സഹായകമാണ്. ഉദാഹരണത്തിന്, തൃശ്ശൂർ ജില്ലയിലെ നെൽപ്പാടങ്ങളുടെ വിസ്തൃതിയിൽ 2000 ആണ്ടിനെ അപേക്ഷിച്ച് 2015 ആയപ്പോഴേക്കും ഉണ്ടായ മാറ്റം മനസ്സിലാക്കാൻ 2015 ഭൂവിനിയോഗ ഭൂപടവും 2000 ഭൂവിനിയോഗ ഭൂപടവും ഓവർലേ ചെയ്താൽ മതിയാകും. ഇനി അടുത്തതാണ് ആവൃത്തി വിശകലനം. നിങ്ങളുടെ വിദ്യാലയത്തിന് 3 കിലോമീറ്റർ ചുറ്റളവിലുള്ള വീടുകളുടെ എണ്ണം കണ്ടെത്തണമെന്ന് കരുതുക. ഇത്തരം സന്ദർഭങ്ങളിൽ ആവൃത്തി വിശകലന സാധ്യത കാര്യക്ഷമമായി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങളുടെ വിദ്യാലയം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന്റെ സ്ഥാനീയ വിവരങ്ങളെ ഭൂവിവര വ്യവസ്ഥയിലൂടെ ആവൃത്തി വിശകലനത്തിന് വിധേയമാക്കുകയാണെങ്കിൽ വിദ്യാലയത്തിന് ചുറ്റും വൃത്താകൃതിയിലുള്ള ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കുവാനും ആ മേഖല ഉൾപ്പെടുന്ന വീടുകളുടെ എണ്ണം കണക്കാക്കുവാനും സാധിക്കുന്നു. നിങ്ങളുടെ പ്രദേശത്തെ 5 മീറ്റർ വീതിയുള്ള റോഡ് സർക്കാരിന്റെ തീരുമാനപ്രകാരം 8 മീറ്റർ വീതിയായി
വർദ്ധിപ്പിക്കുന്നുവെന്നിരിക്കട്ടെ. ഭൂവിവര വ്യവസ്ഥയിലെ ആവൃത്തി വിശകലന സാധ്യത പ്രയോജനപ്പെടുത്തിയാൽ നിലവിലെ റോഡിന് അനുബന്ധമായി ആവശ്യമായ വീതിയിൽ ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കാനാവും. ഇതിലൂടെ എത്രമാത്രം ഭൂമി ഏറ്റെടുക്കേണ്ടി വരുന്നു, എത്ര പേർ ഭവനരഹിതരാകുന്നു എന്നൊക്കെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. ആവൃത്തി വിശകലനത്തിൽ ഒരു ബിന്ദുവിനെ ചുറ്റി വൃത്താകൃതിയിലും രേഖീയ സവിശേഷതകൾക്ക് വശങ്ങളിലും ഒരു പ്രത്യേക മേഖല സൃഷ്ടിക്കപ്പെടുന്നു. ഈ മേഖലയാണ് ആവൃത്തി മേഖല അഥവാ ബഫർ സോൺ എന്നറിയപ്പെടുന്നത്. ശൃംഖലാ വിശകലനം മറ്റ് രണ്ട് വിശകലനങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂപടത്തിലെ രേഖീയ സവിശേഷതകളെ മാത്രമാണ് ശൃംഖലാ വിശകലനത്തിന് വിധേയമാക്കുന്നത്. റോഡ്, റെയിൽവേ, നദികൾ തുടങ്ങിയ രേഖീയ സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുന്നു. ഇത്തരം വിശകലന സാധ്യതകളിലൂടെ ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് എളുപ്പത്തിൽ എത്താവുന്നതും തിരക്ക് കുറഞ്ഞതുമായ വഴികൾ കണ്ടെത്താൻ സാധിക്കുന്നുവെന്നതും ഇത്തരം വിശകലന സാധ്യതകളിലൊന്നാണ്. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങൾ ലഭ്യമായ സമയത്തിനുള്ളിൽ സന്ദർശിക്കുന്നതിനും നിർദ്ദേശം ലഭിക്കുന്നു. അപകടത്തിൽപ്പെട്ട ആളിനെ അപകട സ്ഥലത്തു നിന്നും തിരക്ക് കുറഞ്ഞ വഴിയിലൂടെ അനുയോജ്യമായ ആശുപത്രിയിൽ എത്തിക്കുന്നതിനുമൊക്കെ ഈ വിശകലന സാധ്യത പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇനി നമുക്ക് ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. പല ഉറവിടങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സംയോജിപ്പിക്കുന്നതിന്. 2. വിവരങ്ങൾ എളുപ്പത്തിൽ നവീകരിക്കാനും കൂട്ടിച്ചേർക്കാനും. 3. വിഷയാധിഷ്ഠിത പഠനങ്ങൾ നടത്തുന്നതിന്. 4. ഭൂതല സവിശേഷതകളെ സ്ഥാനീയമായി പ്രദർശിപ്പിക്കുന്നതിന്. 5. ശേഖരിച്ച വിവരങ്ങൾ ഉപയോഗിച്ച് ഭാവി പ്രതിഭാസങ്ങളുടെയും പ്രക്രിയകളുടെയും ദൃശ്യമാതൃകകൾ സൃഷ്ടിക്കുന്നതിന്. 6. ഭൂപടങ്ങൾ, പട്ടികകൾ, ഗ്രാഫുകൾ എന്നിവ നിർമ്മിക്കുന്നതിന്. ഇവയെല്ലാം ഭൂവിവര വ്യവസ്ഥയുടെ പ്രയോജനങ്ങളാണ്. ഉപഗ്രഹാധിഷ്ഠിത ഗതിനിർണയ സംവിധാനങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. അതുവരേക്കും ബൈ.